ടാസ്കിലേക്ക് കടക്കാം. ഓക്കെ, റെഡി? യെസ്, റെഡി. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 മക്കളെ വേണം എനിക്ക്. 3 മക്കൾ എന്ന് പറയുമ്പോൾ രുദ്ര വന്നോളൂ, വൈകിയും വന്നോളൂ, വേദിതയും വന്നോളൂ. അതായത് എനിക്ക് ഏകദേശം ഒരേ വലിപ്പമുള്ള മക്കളെ വേണം. അതുകൊണ്ടാണ് എന്റെ ഇന്നത്തെ ടാസ്ക് വലിപ്പത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടാസ്കാണ്. അപ്പോ എന്തായാലും ഇവര് 3 പേരും നിൽക്കുകയാണ്. ഒരു നിറവില്ല. ഇങ്ങ് പോരെ, വന്നോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ 4 മക്കളെയും ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു അമ്മേനെയും കൂടി വിളിക്കും. അപ്പോൾ അമ്മ കണ്ടുപിടിക്കണം എൻ്റെ മോൾ ഏതാണ് എന്ന്. നമ്മൾ അന്ന് അമ്മയെ കണ്ടുപിടിക്കുന്ന ഒരു ടാസ്ക് കൊടുത്തില്ലേ, അതേപോലെ ഇങ്ങനെ മക്കൾ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പൊ അമ്മ ഇങ്ങനെ തൊട്ട് ഇതിൽ എൻ്റെ മോൾ ആരാണെന്ന് അമ്മ കണ്ടുപിടിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന അമ്മ എന്ന് പറഞ്ഞാൽ വരൂ 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 വരൂ. ഞാൻ അയച്ചു ദിവ്യശ്രീയാണെന്ന്. അതെ, അപ്പൊ ഉടനെ സന്ധ്യയുടെ ഒരു എക്സ്പ്രഷൻ പോയിക്കോ. വരൂ വരൂ വരൂ. അപ്പോൾ അമ്മ ഇവിടെ റെഡിയാണ്, 4 മക്കളും റെഡിയാണ്. ഇനി ഇതിൽ നിന്ന് യഥാർത്ഥ മകളെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻ, നിങ്ങളുടെ ഓർണമെന്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇത്രയും ഭാഗം മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ സന്ധ്യ, കൈപ്പത്തി വരെ കേട്ടോ. മുകളിലേക്ക് ഉടുപ്പൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഇത്രയും ഭാഗം വിരലുകൾ അതൊക്കെ ടച്ച് ചെയ്തിട്ട് മകൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. റെഡി? റെഡി? ഓക്കെ. അപ്പൊ നമുക്ക് സന്ധ്യയുടെ കണ്ണ് കെട്ടാം. റെഡി? നേരെ നിന്നോ, നേരെ. അപ്പം സന്ധ്യ ഇങ്ങോട്ട് വന്നോളൂ. നമ്മൾ എല്ലാവരെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ ആദ്യം തുടങ്ങിക്കോളൂ ഇവിടുന്ന്. കൈ മാത്രം ദാ. രണ്ട് കൈയും കൊടുത്തോളൂ വേണമെങ്കിൽ. ആണോ? അല്ല, ശരി. ഇനി ഇവിടെ ദാ. ആണോ? ഡൗട്ട്. ഓക്കെ, ഒരു ഡൗട്ട് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി എല്ലാവരും ഒന്ന് നോക്കാം. ഇത് നോക്കിക്കോളൂ. ആണോ? അല്ല, അതെന്റെ കയ്യാ. ഇവളാണ്. യെസ്. അപ്പോ വരൂ. നമുക്കിനി ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി നോക്കാം. അപ്പോൾ ഒരു ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒരു കൈയും കൂടി നോക്കിക്കോളൂ. ഇവിടെ കൈ ഇവിടെ. ഇവളാണ് ആദ്യം തൊട്ടപ്പോ അവളാണെന്ന് പറഞ്ഞു. ഏതാണോ ഉറപ്പിച്ചു? ആദ്യമാണോ ഇതാണോ? തൊട്ട് മുൻപ് തൊട്ട ആളാണോ മകൾ, അതോ ഇപ്പോ തൊടുന്ന ആളാണോ മകൾ? ഇത് ഉറപ്പ്. 100%. ആദ്യം തൊട്ട ആള് അല്ലാന്ന് ഉറപ്പാണോ? കറക്റ്റ്. മാറ്റണോ? ഇനി എന്തെങ്കിലും ഒരു പ്രാവശ്യം കൂടി അവിടെ തൊടണോ? ഒരു പ്രാവശ്യം കൂടി തൊട്ട് നോക്കണം. ഒരു പ്രാവശ്യം കൂടി അവിടെ തൊടണോ? ഇതന്നെ. ഓക്കേ, റൈറ്റ്. പക്ഷെ ഇതിന് മുമ്പേ ആരായിരുന്നു മോള് എന്ന് കാണണ്ടേ ആ മോളെ? ഇത് ആദ്യം പറഞ്ഞു ഇതാണ് അവൾ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവിടെ എത്തിയപ്പോ വീണ്ടും ആ ഇമോഷൻസും വന്നു ശരിക്കും, ആ ഒരു സംഭവങ്ങളും. പക്ഷെ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു രുദ്രന്റെ കൈ പിടിച്ചപ്പോ. ഡൗട്ട്. രുദ്രയുടെ ഇതും ഇവിടെയും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വേദിക്കാണ് ഉറപ്പ്. വേദിക ഇതാണ് അവൾ. പക്ഷെ ഇവിടെ എത്തിയപ്പോ സ്പാർക്ക് കേട്ടോ, സത്യം. അവിടെ കാണുന്നു. അവിടെ എത്തിയപ്പോ എന്താണ് ആ ലാസ്റ്റ് കൈ തൊട്ടപ്പോ എന്താ ഫീൽ ചെയ്ത്? ഉള്ളിന്റെ ഉള്ളിൽ സ്പാർക്ക് ഉറപ്പാണ്, ഡെഫിനറ്റ് ആയിട്ട്. ഇത് ഒരു ഫേക്കും അല്ല, സത്യം റിയൽ. ഞാൻ വിചാരിച്ചു ഇതൊരു എന്തെങ്കിലും ഫേക്ക് ആയിരിക്കും, പക്ഷെ അല്ല, ഒന്നും കാണുന്നുണ്ടായിട്ടില്ല ഇതില്. ഇവിടെ എത്തുമ്പോ ഒരു സ്പാർക്ക് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു മനസ്സ് തട്ടുന്നുണ്ടായിരുന്നു. അതെ. ഞാൻ അതുകൊണ്ടാണ് വള തന്നത്. നമ്മളാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലത്തെ വള. ഞാൻ ആദ്യം ഇങ്ങനെ നോക്കുന്ന ചരടം
നോക്കാം കണ്ടാ ഇവിടെ ബാക്കി ആർക്കും കണ്ടില്ല, ഇവക്ക് ഇത് കണ്ടു. പിന്നെ ബാങ്കിൾസ് ഇട്ട സമയത്ത് ഡൗട്ട് വന്നു. എല്ലാവർക്കും ബാംഗിൾസ് കൊടുത്തപ്പോ ഒരു ഡൗട്ട് വന്നു അല്ലേ? പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ അവിടെ യഥാർത്ഥ സ്ഥലത്ത് എത്തിയപ്പോൾ ഇലക്ട്രിക്കൽ സ്പാ അതാണ് എപ്പോഴും ശ്വേതാജി പറയുന്ന പോലെ എന്താ പൊക്കിൽക്കൊടി, ആ ഒരു ബന്ധം, അമ്മ മകൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കണ്ണ് കെട്ടിയാലും കാത് കെട്ടിയാലും ഒരു അല്ല, എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാ അമ്മമാർക്കും അറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും ജാസ്തി നമ്മള് തലമുടി തൊട്ട് കാല് പാദം വരെ ഓരോരോ സാധനം ഇങ്ങനെ ഓരോരോ വിരലുകൾ ഇങ്ങനെ സ്പർശിച്ച് നമ്മൾ നോക്കും അല്ലേ? എല്ലാ അമ്മമാർ അത് അറിയോ? ആ ഒരു കണക്ഷൻ നമ്മൾ പറയില്ലേ, ഇത് ഒരു മെമ്മറിയിലാണ് പോണത്. ആ മെമ്മറിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവർക്കും നമ്മളുടെ ഒരു വാവേന്റെ ഒരു മണമുണ്ട്. ഇതെല്ലാവരും വേറെയാണ്. അത് എന്തായാലും അത് എല്ലാ അമ്മമാർക്കും ഓർമ്മ ഉണ്ടാവുള്ളൂ, വേറെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അച്ഛനും ഓർമ്മ ഉണ്ടാവില്ല. അച്ഛനോട് ചോദിച്ചു, അങ്ങനല്ല, അതെല്ലാം കുഞ്ഞുങ്ങൾക്കല്ലേ. അത് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതാണ് ആ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും, അതെ, രാത്രിയായാലും പകലായാലും എന്ത് ഇതാണെങ്കിലും അമ്മയ്ക്ക് മകളെയും മകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അമ്മയും തിരിച്ചറിയാനായിട്ട് പറ്റും എന്നുള്ളത് പല സന്ദർഭങ്ങളിൽ നമ്മൾ തിരിച്ചറിഞ്ഞു, ഇന്നും അറിഞ്ഞു. എന്താ വൈകിക്ക് തോന്നിയത് എന്താണ്? ആദ്യം അമ്മ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? അമ്മ വേദികനായിരിക്കും വൈകാന്ന് പറയുന്നുണ്ടാവാ, പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോ തോന്നി അമ്മ എന്നെ പറയുള്ളൂ എന്ന് തോന്നി. ഹാപ്പിയായി. നിവേദിക്ക് ഭയങ്കര അയ്യോ എന്നെ കുറെ നേരം പിടിക്കുന്നു, അയ്യോ എന്താ അങ്ങനെ എന്താ തോന്നിയേ? കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കൈ എന്റേതാണ്. അപ്പൊ എന്റെ തൊട്ടിട്ട് അവളാണെന്ന് തോന്നിയപ്പോ എനിക്ക് ഭയങ്കര എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, രുദ്രേന്റെ കൈ പിടിച്ച് ചിലപ്പോ വൈക പറയോ എന്നുള്ള ഒരു ഡൗട്ട്. ഒരേ സൈസ് ഒരേ സൈസ്. അതെ അതെ അതെ. പക്ഷെ രുദ്രയുടെ അങ്ങനെ ഇല്ല എന്ന് നോ എന്ന് പറഞ്ഞു, ആദ്യമേ തന്നെ പറഞ്ഞു. ഇവിടെയും ഇവിടെയൊക്കെയാണ് കൺഫ്യൂഷൻ വന്നത്. മോൾക്ക് എന്താ തോന്നി? ഇതാണ് അവൾ എന്ന് പറഞ്ഞപ്പോ മോൾക്ക് എന്ത് തോന്നി? സർപ്രൈസ്ഡ് ആയി പോയി. അമ്മേനെ ഒന്ന് നോക്കിയ അതിന്റെ സമയത്ത് അമ്മ അല്ലേ? ഓക്കെ, എന്തായാലും അടിപൊളി ഒരു ടാസ്ക് ആയിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? യെസ്. അപ്പോ നമ്മളുടെ അതായത് അമ്മ മകൾ അവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹബന്ധം അറിയാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് ആയിട്ട് നമ്മൾ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ സംഭവമല്ല അങ്ങനെ ഒരു ടാസ്ക്. പക്ഷെ അത് വളരെ നന്നായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്.